ഒരു നിമിഷം സ്റ്റക്കായി പോയി. നമുക്ക് എവിടെ പോകണം പറഞ്ഞൂടാ. പക്ഷെ ഇത് അയ്യോ 6 കോടി 6 crore ത്രെഡ് വേണ്ടി വന്നു ഇത്രയും സാധനം ഉണ്ടാക്കാൻ. ഹലോ ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലവ് ഫാമിലി വ്ളോഗ്. സോ ഇപ്പോൾ മണി ഏകദേശം 11:30 ആയിട്ടുണ്ട്. സോ നമ്മൾ ഊട്ടിയിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സോ നമ്മൾ ഊട്ടി വന്നിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഊട്ടി ലേക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ വട്ടത്തെ പോലെ ഒരു കൊടൈക്കനാൽ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ലാസ്റ്റാണ് കൊടയിലേക്ക് പോയിട്ട് പെട്ടെന്ന് ചറപറ രീതിയിലായിരുന്നല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ വട്ടം നമ്മളത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ഊട്ടി ലേക്കിലോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഒട്ടും ക്രൗഡില്ല. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ എന്നാലും വലിയ കൊടൈ ലേക്കിനേക്കാളും അത്രയും വലിയ ക്രൗഡില്ല. പിന്നെ അത് മാത്രമല്ല ഇവിടെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ എന്തൊക്കെയോ ഓൺ പ്രോസസ്സിങ് ആണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഊട്ടിയിലേക്ക് പോകുന്നുണ്ടോ നോക്കാം. പെഡൽ ബോട്ട് എനിക്ക് വീണ്ടും പേടിയാവണം. എനിക്ക് വീണ്ടും പേടി വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഒന്നും കണ്ടില്ലല്ലേ? അതിൻ്റെ അത്ര പക്ഷെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം നേരെ അകത്തി ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. നമ്മൾ ഊട്ടി ലേക്കിൻ്റെ എൻട്രൻസ് കയറാൻ തന്നെ ഇവിടെ ആക്ച്വലി എക്സ്ട്രാ പേ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 20 rupees അല്ലേ? ഒരാൾക്ക് 20 rupees ആണ്. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അവിടെയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അല്ലേ? കറക്റ്റ് ലേക്കിനുള്ള പൈസ മാത്രം കൊടുത്താൽ മതി. സോ നമുക്ക് ഇനി ഡിലേ ആക്കാൻ നേരെ ബോട്ട് ഹൗസിൽ പോകാം. ആക്ച്വലി ഊട്ടി ലേക്കിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ് ഭാഗത്ത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. ഇവിടെയാണ് ആക്ച്വലി എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇതിനാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എനിക്ക് എന്തുകൊണ്ടാണ് ഇവിടെ എക്സ്ട്രാ ചാർജ് വാങ്ങണേ? അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഇവിടെ കുറേ വികസനങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടിയിരിക്കില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പൈസ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതാണ് കേട്ടോ ഇവരുടെ എൻട്രൻസ് ഫീ റേറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, വീഡിയോ ക്യാമറയ്ക്കും 150 rupees അവർ വാങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ക്യാമറ എടുക്കുന്ന കാര്യം അവരടുത്ത് പറഞ്ഞില്ല ഗൈസ് ആക്ച്വലി. അപ്പോൾ ഇതാണ് കേട്ടോ റേറ്റ്. പക്ഷേ കൊടൈക്കനാലിൽ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്. 30 means 250 rupees ആണ്. കൊടൈക്കനാലാണെങ്കിൽ 150 rupees ഉള്ളൂ. കുഴപ്പമില്ല. എൻ്റെ ഷോപ്പ് തുടങ്ങണ മുന്നേ ഒന്ന് ഊർജ്ജം കിട്ടാൻ വേണ്ടി ഒരു സ്വീറ്റ് കോൺ ഗൈസ്. ഞാൻ സ്വീറ്റ് കോൺ കഴിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സാധനം കണ്ടത് കാണിച്ചിട്ട്. ഇതിൻ്റെ അകത്ത് എന്ത് സംഭവമാണെന്ന് പറഞ്ഞൂടാ. പക്ഷെ എന്തോ പേടിപ്പിക്കണ സംഭവമാണെന്ന് അറിയാം. എന്തായാലും നമ്മൾ എന്തെങ്കിലും എടുത്ത് ഒരാൾക്ക് എന്തോ കോംബോ ഓഫർ ഉണ്ട് കേട്ടോ. ഹൊറർ ഹൗസ് പ്ലസ് മിറർ മേസ് പ്ലസ് ഫ്രീക്കി ജംഗിൾ 3 കാണാൻ 120 rupees പെർ ഡേ. നമ്മൾ 2 എടുത്തപ്പം എത്രേ 240 rupees. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് അതിൻ്റെ അകത്തുള്ള സംഭവം എന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഫുൾ ത്രില്ലേട്ടം. നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. ഞാൻ ഫുൾ എൻജോയ് ചെയ്യുന്നതാണ്. ഇതാണ് ഗൈസ് മിറർ മേസ് എന്ന് പറയുന്നത്. എന്റെ പുണ്യം മറ്റത് അപാരം പേടിയെന്നിട്ട് എനിക്കത് ചേച്ചി കേട്ടോ. അതോ കിട്ടില്ല കേട്ടാ. നമ്മളില്ലേ ഒരു നിമിഷം സ്റ്റക്കായി പോയി. നമുക്ക് എവിടെ പോകണം പറഞ്ഞൂടാ. പക്ഷെ ഇത് അയ്യോ ഗ്ലാസ്സിൽ തൊട്ട് തൊട്ടു കൊള്ളാം കേട്ടാ. അങ്ങോട്ടാണ് ഈ വരില്ലേ? അല്ല ഇവിടെ കേട്ടാ. കറങ്ങി കളിക്കണ അങ്ങോട്ടല്ലേ? പോടാ, തിരിച്ചു വന്നടാ. അതാണ് തിരിച്ചു ഇവിടെ ഫോട്ടോ എടുക്കാം. ഇവിടെ ഇത് കുഴപ്പമില്ല കേട്ടോ. അടിപൊളി.
അഡ്വഞ്ചർ സാധനവും കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വേണ്ടി പറ്റൂല. ആ ഹൊറർ ഹൗസ് അടിപൊളിയായിരുന്നു കേട്ടോ. മറ്റേ ഈ ലുലുവലല്ലോ വണ്ടർലായിലൊക്കെ നമ്മളിങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകണതല്ലേ, ഇത് നമ്മൾ തന്നെ തനിയെ കണ്ടുപിടിച്ച് പോകണം. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഏറ്റവും പേടിച്ചൊരു സാധനമുണ്ട്, മിറർ മേസ് അല്ലേ. ഇത് 5 മിനിറ്റ് അതിൻ്റെ അകത്ത് നമ്മൾ കുടുങ്ങിയിരുന്നാലും നമ്മൾ വിചാരിച്ചാൽ ആരും നമ്മൾ എവിടെ എത്തിയിട്ടും വാതിൽ വരുന്നില്ല. അത് നമ്മളൊന്ന് പേടിച്ചു പോയി. മറ്റേ കാട് കുഴപ്പമില്ലായിരുന്നു, ഫ്രീക്കി ജംഗിൾ കുഴപ്പമില്ല, നമ്മളൊന്ന് പേടിക്കണില്ല. പാമ്പ് വന്നപ്പോഴൊന്ന് പേടിച്ചു. അത് ഇങ്ങനെ താഴെ നിങ്ങൾ ഇട്ടപ്പോൾ ഒന്ന് ജസ്റ്റ് പേടിച്ചു. പക്ഷെ ഇവിടെ വരണമെങ്കിൽ അത് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ പേടിച്ച് വെച്ച് എനിക്ക് എൻ്റെ ഏട്ടൻ വീട്ടിൽ 2 സാധനം വാങ്ങിച്ചെന്ന 2 സാധനം, ഒന്ന് സ്പ്രിംഗ് പൊട്ടറ്റോയും ഒന്ന് സ്വീറ്റ് എന്തോന്ന് ചാറ്റ് മസാല സ്വീറ്റ് കോൺ. ഇത് 2 ഇത് കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം അതിൻ്റെ ആ ഹാങ് ഓവറും ഒക്കെ ഒന്ന് തീർക്കാൻ ഗൈസ്. ഇനി കഴിച്ചിട്ട് കാണും. ഷോയഫിനുള്ള സമയമായിരിക്കാണ് ഗൈസ്. ദാറ്റ് മീൻസ് ഞാൻ പെഡൽ ബോട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഒന്നും തോന്നുന്നില്ലേ മാമനോട്ട് പേടി ഉണ്ടെന്ന്. മോഹൻ നോക്കണില്ല, കാരണം എന്ത് തരം എനിക്ക് ഈ വട്ടം കിട്ടിയിരിക്കുന്ന ബോട്ട് പെഡൽ ബോട്ടൊന്നല്ല, പെൻക്വിൻ ബോട്ടാണ് ഗൈസ്, പെൻക്വിൻ ബോട്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നല്ല നല്ല പേടിയുണ്ട്. കാരണം ഇപ്പുറത്തെ സൈഡൊക്കെ കുറച്ച് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ലേക്കിന് കുറച്ച് ഇളക്കം കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ, മറ്റേനെ കാട്ടിലും. എന്താണെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരണതേ ഉള്ളൂ. സോ കുറച്ച് ടൈം എടുക്കും എനിക്ക് തന്നെ. പക്ഷെ അല്ലേ അല്ല ഏട്ടാ, ഇവിടെ ഇതിന് കുറച്ച് ഇളക്കം കൂടുതലല്ലേടാ അല്ലേ. വ്യൂ കണ്ട അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കൊടൈക്കനാൽ ലേക്ക് വെച്ച് നോക്കാൻ പറ്റില്ലേ. ഇവിടെ ആ 4 സൈഡും ആൾക്കാരായിരിക്കും, പക്ഷെ ഇവിടെ കണ്ട ഫുൾ കാട് പോലെയാണ് ഇരിക്കണത്. അത് പക്ഷെ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ലേക്കിന് കുറച്ച് ഇളക്കം കൂടുതലാണ് ഗൈസ്. അത് മാത്രമല്ല, കുറച്ച് വെള്ളം കൂടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറയട്ടെ, ഈ ലേക്കിൽ കുറച്ച് വൃത്തിയില്ല. ഇതിൽ ബോട്ടിലും തെർമോക്കോളും എല്ലാം ഉണ്ട്. പക്ഷെ പേടിക്കണ്ട, ആരും വന്ന് തട്ടൂന്ന് പേടിക്കണ്ട, കാരണം ഇതിൽ ആരും ഇല്ല. എണ്ണി ആൾക്കാർ മാത്രമേ ഉള്ളൂ ഗൈസ്. 1, 2, 3 ആൾക്കാർ മാത്രം. പേടിക്കണ്ട. ഞാൻ എന്നോട് തന്നെ പേടിക്കണമെന്ന് പറഞ്ഞു, വേറെ ആരോടും അല്ല. അയ്യോ തിരിയാൻ പേടി, അതുകൊണ്ടാണ് കേട്ടോ. മൊട്ട തണുപ്പ് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. വെറുതെ ഇപ്പം നമ്മളിപ്പോൾ ബോട്ട് ഇവിടെ വെറുതെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയാണ് എൻ്റെ ആട്ടം. അടിപൊളി കേട്ടാ. പക്ഷെ ഊട്ടി ബോട്ടിൽ എന്തായാലും നിങ്ങൾ ഊട്ടി വരികയാണെങ്കിൽ ഇവിടുത്തെ ബോട്ടിങ് മസ്റ്റാണ്. അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ഇളക്കം ഉണ്ടാകുന്നുള്ളൂ, എന്നാലും അടിപൊളിയാണ്. വേറെ ഫീൽ. ഇപ്പം എൻ്റെ പേടിയൊക്കെ മാറി ഗൈസ്. ഞാൻ ഇപ്പോൾ ഓൾ സെറ്റാണ് അല്ലേ കേട്ടോ. പെഡൽ ബോട്ടിൽ കയറാം, വേറെ ഒരു ബോട്ടിൽ കയറണ്ട. പെഡൽ ബോട്ടിലാണ് വേറൊരു ഡിഫറെൻറ്റ് ഫീലിംഗ്, മീൻസ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വരണതും അടിപൊളി. നമ്മളെ തന്നെ തനിയെ കൊണ്ടുപോകണത് ഈ ലേക്ക് ഗൈസ്. പെനിക്ക് നമ്മളെ തന്നെ തനിയെ കൊണ്ടുപോകണം. ഞാൻ പോലും ചവിട്ടാതെ എന്നെ കൊണ്ടുപോകണടാ. ഇവിടെ എന്താണ് ഇങ്ങനെ കൊണ്ടുപോകണേ? വേണ്ട ചവിട്ടുണ്ടോ, ആരും വന്ന് ഇടിക്കാതിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ, പേടിക്കണ്ട. കാരണം ഇതിന് കുറച്ച് വെള്ളം കൂടുതലാണ്, അത്രയേ ഉള്ളൂ പ്രശ്നം. അടിപൊളി. മര്യാദക്ക് നമ്മള് സ്വസ്ഥയുടെ ചവിട്ടിക്കൊണ്ടിരുന്ന എന്നെ എൻ്റെ ഏട്ടനെ ഒരു സ്പീഡ് ബോട്ട് വന്ന് ശല്യപ്പെടുത്തിയപ്പോ ഭയങ്കര ഇളക്കം. ഇങ്ങനെ അമ്മ ഭയങ്കര ഇളക്കം. എനിക്ക് തോന്നുന്നു അങ്ങ് അറ്റത്താരോ പോയി, അവർ ഇതുവരെയും തിരിച്ചു വന്നില്ല. സോ അങ്ങോട്ട് പോവാനേന്ന് വാർണിംഗ് കൊടുക്കാനോ അല്ല അവരെ രക്ഷപ്പെടുത്താൻ എന്തിനാണോ ആ ചേട്ടന്മാരെ പോയത്. വാർണിംഗ് കൊടുക്കാം. പക്ഷെ എന്നാലും അത് ചെകുത്താൻ്റെ ചതിയായി പോയി. കാരണം ഇല്ലേ, നമ്മള് പാവം ഇങ്ങനെ ഇങ്ങോട്ട് നോക്കണ, നമ്മള് പാവം ഇങ്ങനെ ചവിട്ടി പോണ പഞ്ചപാവ ആൾക്കാരങ്ങളാണ്. അങ്ങനെ നമ്മള് ബോട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങി. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ വാളിൽ തന്നെ ഇങ്ങനത്തെ ഒരു ത്രെഡ് ഗാർഡൻ ഒരിടത്തും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. സോ നമുക്ക് അവിടെ പോകാം. ഓക്കെ, ഇവിടെ നമ്മൾ പോകാനുള്ളത്. നമുക്ക് ടിക്കറ്റ് വന്നിട്ട് എത്ര രൂപയാണ്? 30 രൂപയാണ്. ഓക്കെ, അഡ്രസ് ആണെങ്കിൽ പെർ ഹെഡ് 30 രൂപ. ക്യാമറ വീഡിയോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ 20 രൂപ. ഫൈനലി നമ്മൾ ത്രെഡ് ഗാർഡനിൽ എൻ്റർ ആയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഒരു ചേച്ചി തരും ഗൈഡൻസ് തരാൻ വേണ്ടി. സോ ആ ചേച്ചി മലയാളത്തിലാണ് നമുക്ക് പറഞ്ഞു തന്നത്. ആ ചേച്ചി പറയണമെന്ന് വെച്ചാൽ ഈ ഫുൾ എൻ്റർ ത്രെഡ് ഗാർഡൻ ഉണ്ടാവാൻ 12 വർഷം എടുത്തു. 12 ഇയേഴ്സായി ഇത് മൊത്തം ഉണ്ടാവാൻ. ആൻഡ് അതുമാത്രമല്ല 50,000 പെൺകുട്ടികളെ വെച്ചാണ് ആക്ച്വലി ഇത്, അത് ട്രെയിൻ ചെയ്ത പെൺകുട്ടികളെ വെച്ചാണ് ഈ ഓരോ ഫ്ലവേഴ്സും ത്രെഡിൽ നൂലുകൊണ്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല എത്ര 6 കോടി 6 crore ത്രെഡ് വേണ്ടി വന്നു ഇത്രയും സാധനം ഉണ്ടാക്കാൻ. പിന്നെ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഇതിൽ കല്ലും തടിയും ഒറിജിനൽ, അത് മാത്രമാണ് ഒറിജിനൽ. ബാക്കി എല്ലാം
ബാക്കിയെല്ലാം അവർ മെഷീനൊന്നും വെക്കാതെ കൈകൊണ്ട് തുന്നിയെടുത്തതെന്നാണ് പറഞ്ഞത്. ഈ ഫ്ലവേഴ്സും അതിലിരിക്കുന്ന എല്ലാം പായലും എല്ലാം ഈ കല്ലും തടി മാത്രമാണ് ഒറിജിനൽ. ബാക്കിയെല്ലാം ത്രെഡ് കൊണ്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. 12 വർഷം എടുത്തു ഗൈസ്. അതിനകത്ത് നിങ്ങൾ ആ ഡീറ്റെയിൽ നോക്കും, പക്ക ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനാലിറ്റി പോലെയാണ് ഇരിക്കുന്നത്. ഫ്ലവർക്ക് പക്ക ഒറിജിനലാണ്. സത്യം പറയാലോ, ഇതൊക്കെയാണ് ടാലൻറ്റ് ഗൈസ്, ടാലൻറ്റ്. ഇതിനെ സമ്മതിക്കണം, എന്നെ കൊണ്ടൊന്നും ഇത് പറ്റൂല, ഉറപ്പാണ്. മേ ബി ഞാൻ ട്രെയിൻ ചെയ്താവും, പക്ഷെ അടിപൊളി, വേറെ ലെവലാട്ടോ, പറയാതിരിക്കും പറ്റൂല. ഇത് മസ്റ്റ് വിസിറ്റാണ് ഉറപ്പായിട്ടും. ഇത് ഇത്രയും കണ്ട് നമുക്ക് ലാസ്റ്റ് അമ്മ തൊട്ടാൻ ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ട്, നമുക്ക് തൊട്ടിട്ട് പോവാം. ഒരു ആമ്പിൾ ഈ സാമ്പിൾ കാണിക്കാം. ആമ്പിളൊക്കെ നോക്കിക്കോണേ, ആമ്പിളൊക്കെ എന്ത് ഒറിജിനാലിറ്റി നോക്ക്. ആമ്പിൾ നോക്ക്, ആമ്പിൾ എന്ത് ഒറിജിനാലിറ്റി അല്ലേ, ഒറിജിനൽ പൂ പോലും തോറ്റി. കൊണ്ടുവരണുണ്ട് അടുത്ത ത്രെഡ് പൂ കൊണ്ടുവരണതാണ് ഗൈസ്. അടുത്ത ത്രെഡ് പൂ സത്യമായിട്ട് ആ ചേച്ചി നോക്കാം. ആ ചേച്ചിമാർ അടുത്ത ത്രെഡ് പൂ ഗൈസ്, അടുത്ത ത്രെഡ് പൂ കൊണ്ടുവരുന്നതാണ് ഗൈസ്. അടിപൊളിയില്ലേ, സമ്മതിക്കണം കേട്ടോ ബ്രദറെ. എങ്ങനെ ചെയ്യാൻ നമ്മളെ കേരളത്തിലെ കല്യാണ സൗഗന്ധിക കണ്ട, അതാണ് ആ വൈറ്റ് കളർ. ഇതിലെ പായലും ത്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കി. ഈ മണ്ടൊക്കെ അവിടെ ത്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ വാച്ച് അടിപൊളിയില്ലേ, വാച്ച് എന്തടേ, കോഴിപ്പൂ അത് കോഴിപ്പൂ അല്ലേ? ഊട്ടി ചെറുപറ ഇത് നമ്മളെ അമ്മയെ കള്ളം പറ്റിക്ക. അമ്മ പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. സത്യം ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അവർ പറഞ്ഞ 12 വർഷം എടുത്തെന്നല്ലേ പറയുന്നത്. ഇപ്പം അത്രയും എനിക്ക് തോന്നി വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പിക്ചർ നോക്കിക്കേ, ത്രെഡ് കൊണ്ടാണല്ലേ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ബൊട്ടാനിക്കൽ ഗാർഡൻ പോണ വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇത് ഫുൾ ക്യാരറ്റ് കൃഷി ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ കൃഷിയുടെ. അത് മാത്രമല്ല ഇവിടെ നിറച്ച് വീടുകളാണ്, ഈ അഗ്രഹാരം പോലെയുള്ള വീടുകളാണ് കേട്ടോ ഇവിടെ മൊത്തം ഉള്ളത്. പോവാം, വയ്ക്കോ. സൂപ്പർ ചീപ്പ് ക്ലൈമറ്റിന് ചുട്ടക്കോ ഫസ്റ്റ് ടൈം ട്രൈ കഴിച്ചു നോക്കാം. അടിപൊളി കേട്ടോ, അടിപൊളി വേറെ ലെവൽ. ബൊട്ടാനിക്കൽ ഗാർഡൻ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകാനോ ടിക്കറ്റ് എടുത്തു. പെർ ഹെഡ് 50 റുപ്പീസ്, ചിൽഡ്രൻ ആണെങ്കിൽ 30 റുപ്പീസ്. പക്ഷെ ഡൗട്ട് ഫോട്ടോഷൂട്ടിന് 1000 റുപ്പീസ് എഴുതിയിരിക്കണം. നമ്മൾ ഡൗട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയൂടാ. കാണിച്ചു കൊടുത്തേ. നോക്കിയേ, നമ്മളെ ട്രിവാൻഡ്രത്തിലെ മ്യൂസിയത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല ഇവിടെ. എനിക്ക് വന്നപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. കുറേ ഉണ്ട്, ഇങ്ങനെ നടന്ന് പോകണം, അതാണുള്ളത്. അടുത്ത് അങ്ങോട്ട് എന്തൊക്കെയോ ഉണ്ട്. ഫ്ലവേഴ്സൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ. അപ്പോൾ ഒരുപാട് ഞാൻ വലിച്ചതിൽ നീട്ടൂല, അതാണ് ആദ്യത്തെ കാര്യം. കാരണം ഒരുപാടുണ്ടല്ലോ, അപ്പം വെറുതെ നിങ്ങൾക്കും പോറാം. ഭയങ്കര വെറൈറ്റി ഫ്ലവേഴ്സ് കാണിച്ചു കൊടുത്തേ. അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മ ഇത് മൊത്തം കാണുന്നുണ്ടെങ്കിൽ എന്താ ഇതെല്ലാം ടച്ച് ചെയ്തിടാം. ഓ അടിപൊളിയല്ലേ, വേറെ ലെവലല്ലേ സത്യം.
ഒരുപാട് ഇളകി നടക്കാൻ കുറേ ഉണ്ടല്ലേ. നടക്കാൻ ഇഷ്ടംപോലെ 80 ഏക്കർ. ഇത്ര ഏക്കർ എന്തായാലും 85 88 എന്തോ മുകളിൽ ഏക്കറുണ്ട്. ഒരുപാടുണ്ടെന്ന് തന്നെ ഒരുപാടുണ്ട്. പക്ഷേ ഗാർഡൻ ലവേഴ്സിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം വൈഡ് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യമല്ല, നമ്മൾ എവിടെ ചെന്നല്ല അവിടെ എന്തെങ്കിലും മീൻസ് ഇത് പരിഷ്ട കാണും. അതുകൊണ്ടല്ല ഈ വട്ടം സെയിൽസ് ഓപ്പൺ ആയില്ല ഗൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം വില കുറവാണ്. ഈ വെർമി കമ്പോസ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾക്ക് വില കുറവുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയും, നമ്മളുടെ വീട്ടിൽ അത് ഓപ്പൺ ആയില്ല. നമ്മൾ ഹർത്താൽ എന്തോ ആയിരുന്നു ഇവിടെ. അതിവിടുത്തെ എന്തോ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര നടക്കമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ കണ്ടിരിക്കാൻ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ്. അതെ, പിക്നിക് പോലെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പിക്നിക്കിന് വേണ്ടി കുറേ മ്യൂസിയത്തൊക്കെ നമ്മൾ ചെന്ന് അങ്ങനെയൊക്കെ നമ്മൾ നിൽക്കില്ല. അതിനൊക്കെ ഇത് അടിപൊളി പ്ലേസ് ആണ്. നടക്കാം, അത്രയോ. പിന്നെ റീൽസ് എടുക്കാനുണ്ട്. റീൽസ് എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇവിടെ കുറേ റീൽസ് എടുക്കണ കണ്ടു. പക്ഷെ അടിപൊളി. ഞാൻ വിളിച്ചുകൊണ്ടിരിക്കാൻ വരണേയില്ല. എന്നാലും ഒരു റീൽസിനും തന്നെ ഇവിടെ നിന്ന് എടുക്കും. അത് ഇവിടെ എന്തായാലും വന്നു അപ്പോൾ റീൽസ് എന്തായാലും എടുത്തോണ്ട് പോകണം. സോ യെസ്, ഇനി നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇനിയും ഉണ്ട് നടന്ന് എന്തായാലും ഞാൻ വീട്ടിൽ കുറേ വലിച്ചു കിട്ടുന്നില്ല. സോ ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് നേരെ നമുക്ക് റോസ് ഗാർഡനിലോട്ട് പോകാം. അവിടെ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ ഗൈസ്, നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ വിട്ടിട്ട് ഇപ്പോൾ റോസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാർക്കിംഗ് ഫീ ഉണ്ടായിരുന്നു. ടീലറായിട്ട് 20 rupees. ഇനി എൻട്രൻസ് എത്ര രൂപ കൊടുക്കണമെന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. 40 rupees ആണ് കേട്ടോ. അപ്പം ക്യാമറയ്ക്ക് 50 രൂപ. അപ്പോൾ ടോട്ടൽ പെർ ഹെഡ് 40 rupees. ക്യാമറ ഉണ്ടെങ്കിൽ 50 rupees. എന്തെങ്കിലും ഉണ്ടാകും, പോയി നോക്കാം. എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി നമ്മൾ എൻട്രൻസ് കയറി വരുന്നത്. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഞാൻ ഒരൊറ്റ റോസ് പോലും ഞാൻ കാണുന്നുണ്ട്. ഒരു റോസ് പോലും പൂത്തിട്ടില്ല. യെസ്, റോസ് പൂത്തിട്ട് ഫ്ലവർ ചെയ്തിട്ടില്ല. ഫുൾ പച്ചപ്പ് മാത്രം. ഫുൾ ഗ്രീനി. നമ്മൾ വരുമ്പോൾ മാത്രം എന്താ അല്ലേ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ പറയില്ല, റോസ് ഒന്നുമില്ല. എന്നാലും അപ്പം ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനത്തൊക്കെയാണ് ഉള്ളത്. ലൈക്ക് എല്ലാം കരിഞ്ഞിരിക്കണത്. പിന്നെ നമ്മൾ വരണോണ്ടാണോന്ന് അറിഞ്ഞത്. ചീറ്റിപ്പോയി ഗൈസ്, ചീറ്റിപ്പോയി. താഴെ വരെ സത്യം പറഞ്ഞാൽ പോകാൻ വയ്യ. വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മോളിൽ വ്യൂ കാണിച്ചത്. ഇതാണ് ആക്ച്വലി ഒന്നുമില്ല ഇവിടെ. സത്യം പറഞ്ഞാൽ ഫുൾ ഗ്രീനി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കരിഞ്ഞ പുല്ലുകൾ. ഇതാണ് ഇവിടെ ആക്ച്വലി ഉള്ളത്. കുറ്റം പറയുന്നതല്ല, നെഗറ്റിവിറ്റി പറയുന്നതല്ല. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ചയാണ് കേട്ടോ പറയുന്നത്. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പക്ഷെ ഒന്നും ഇല്ലാതെയൊക്കെ. അതാണ് എനിക്ക് ഭയങ്കര വിഷമം അല്ലേ. ത്രെഡ് ഗാർഡൻ അടിപൊളിയായിരുന്നല്ലേ, അത് അടിപൊളിയാണ്. അത് നിങ്ങൾ ത്രെഡ് ഗാർഡൻ എന്തായാലും പോകണം. ബൊട്ടാണിക്കൽ ഗാർഡനും പോകണം. പക്ഷേ ഇനി എനിക്കൊന്ന് ഏപ്രിൽ മാസം കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും. തുടങ്ങിയല്ലോ, കുറച്ചും കൂടെ പോകുമ്പം കുറച്ചും കൂടെ ചിലപ്പോൾ പോകുമ്പോൾ നിറച്ചിവിടെ മെയ് ഒക്കെ എത്തപ്പോൾ നല്ല മെയ് ജൂണൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം ഫ്ലവർ ആയി വരികയായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ താഴെ പോകണം കേട്ടോ. വേണ്ട, നമുക്ക് ടീ ഫാക്ടറി പോകാൻ. നമുക്ക് ഇനി പെട്ടെന്ന് ടീ ഫാക്ടറി പോകാം. കുറച്ച് സെയിൽസ് കൗണ്ടറിൽ എന്തോ ഓപ്പൺ ആയിട്ട് അതിൽ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പറ്റും നോക്കിയിട്ട് നമുക്ക് ഓടിപ്പോയി ടീ ഫാക്ടറി പോലെ വെറുതെ നിങ്ങളുടെ സമയം കളയുന്നതാണ്. ഗൈസ്, നമ്മൾ സെയിൽസ് കൗണ്ടറിൽ നിന്ന് ഇത്രയും പ്ലാൻസ് വാങ്ങിച്ചേട്ടാ. പിന്നെ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. ആ ചേട്ടൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ റോസ് ഗാർഡനിൽ ഫ്ലവർ എപ്പോഴാണ് പൂക്കണേന്ന് വെച്ചാൽ മെയ് 13, 14, 15 ടൈമിൽ, ആ ടൈമിലാണ് ഇവിടെ സീസൺ ആവണേന്നത്. ഫ്ലവർ ഷോ വരുന്ന ടൈമിലാണ് ഇവിടെ മൊത്തം റോസൊക്കെ ഫ്ലവർ ചെയ്ത് വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ വരണേക്കും നല്ലത്. ഇപ്പം വന്ന് കുറേ പച്ചപ്പ് മാത്രമേ കാണേണ്ടി പറ്റുള്ളൂ. ഗ്രീനി ഒരു ടീ ഫാക്ടറി മാത്രമല്ല, ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഈ സാധനം തന്നത് എന്തിനാണെന്ന് വിളിക്കണം, അതിൽ കയ്യിലുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടീ ഫാക്ടറി പോകാം. താഴോട്ടാണ് പോകണത്. ഓക്കെ, ഇവിടെ നടക്കാറുണ്ട് കുറേ. എനിക്ക് വൺ തേപ്പ് കിട്ടി. ഇവിടെ അകത്ത് കയറ്റി വിടില്ല എന്നാണ് പറയുന്നത്. കണ്ണാടി കൂടെ കാണണോന്നേ. അല്ല, അവിടെ എഴുതിയിട്ടുണ്ട് സംഭവം. ഇത് 760 RPM-ലാണ് ഇത് ഓടുന്നത്. അത് നമ്മുടെ സേഫ്റ്റി കാരണം അവർ പുറത്ത് മീൻസ് അകത്തോട്ട് വിടില്ലെന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റണുള്ളൂ ഗൈസ്. മാക്സിമം കാണിക്കുന്നത് എൽറ്റി കൂടിയാണ് ആ ടീ പൗഡേഴ്സ് മുകളിലോട്ട് പോകുന്നത്. എന്നിട്ടാണ് ആ വലിയ ടാങ്കിലോട്ട് കയറുന്നത് അല്ലേ. അടിപൊളി കേട്ടാ. നമ്മൾ കയ്യിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട്
ജിഞ്ചർ ബ്ലാക്ക് ടീ ഇതും അടിപൊളിയാണ്. ഇനി ബാക്കി ട്രൈ ചെയ്യാനുണ്ട്. ഓക്കെ, എന്നിട്ട് പറയാം. ഇതിൻ്റെ വൈറ്റ് ടീ ആണ്. നിങ്ങൾ വൈറ്റ് കളർ ടീ കണ്ടിട്ടുണ്ടോ? നോക്കി, വൈറ്റ് കളർ ടീ പക്ഷെ കൊള്ളൂല. ഞാൻ കുടിച്ചു നോക്കി നേരത്തെ, അപ്പോൾ എനിക്കെന്തോ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പർച്ചേസ് ചെയ്തു. എന്ത് മസാല ടീയും ചോക്ലേറ്റ് ടീ നമ്മൾ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഹോംമേഡ് ചോക്ലേറ്റ്സ്. അത് ഇവിടുത്തെ ആൾക്കാരാണ് ചെയ്യുന്നത്. നമ്മൾ വാങ്ങിക്കും ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി പോയി കാണാം. കൊക്കോ ബീൻ ഗൈസ്, കൊക്കോ ബീൻ. Welcome to Benchmark Chocolate Factory. Cocoa tree in India is kernels, dust and particle, and further grinding to a liquid paste. Cocoa bean roasting is done at 135 degrees Celsius, where beans are roasted, and once roasted beans are broken, then they are grinded at 50 degrees Celsius in ball mill machine, and then cocoa bean is liquefied when grinded cocoa mass. 15 kilograms of milk powder, 14 kilograms of sugar, and 22 kilograms of cocoa butter is added. For white chocolate, 30. ചോക്ലേറ്റ്, ഫ്രീ ചോക്ലേറ്റ്, കൈ ചോക്ലേറ്റ്. ഇതുകൊണ്ട് മിൽക്കുണ്ട്. ഡയറി മിൽക്കിൻ്റെ സെയിം ടേസ്റ്റ്. അടിപൊളിയായിട്ടാണ്. വൈറ്റ് കൂടെ കഴിച്ചോട്ടെ. സെയിം ഡയറി മിൽക്ക് ടേസ്റ്റ്. അപ്പോൾ എനിക്ക് ലാഭം 30 രൂപയ്ക്ക് ഇത്രയും 2 ഇതേപോലെ ചോക്ലേറ്റ്സ് കിട്ടി. 30-60 രൂപയാണ്. മിൽക്കി ബാർ, സെയിം മിൽക്കി ബാർ ടേസ്റ്റ്. കൊള്ളാം കേട്ടോ. മാളു സോറി കളിയാ, എനിക്കറിയാം കൊതി വിടുമെന്ന്. പക്ഷെ ശരി ചെക്ക് ചെയ്ത് അവിടെ വരെ എന്തായാലും എത്തൂല. അതിനുമ്പ് നമ്മൾ എൻ്റെ വയറ്റിലാക്കും. ഓക്കെ ഗൈസ്, ഭംഗി നമ്മളിതാ റൂമിലെത്തി. ഞാൻ ഒരാളുടെ അവസ്ഥ കാണിച്ചുതരാം. ഞാൻ എൻ്റെ കയ്യിൽ ഫുൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കണം കേട്ടോ. ഞാൻ ഒരാളുടെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം ഗൈസ്. റൂമിൻ്റെ അകത്തും ജാക്കറ്റ് ഇട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് കേട്ടോ? എന്ത് പറ്റി? തണുക്കണോ? പനിയുണ്ടോ? ഇല്ല, തണുക്കണോ? എന്ത് വേണം? അപ്പം ഗൈസ്, ഇനി നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ഒന്നും പറയൂല, കാരണം കൊടൈക്കനാലിൽ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഇതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു നൈറ്റ് ലൈഫ്, നൈറ്റ് സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഈ വട്ടം എന്തായാലും പറയുന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹം നടക്കണമെന്ന്. ഓക്കെ, അപ്പം യെസ്.